So, hi everyone. ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ഒരു ടാസ്ക് 2 എസ്സേ ആണ്. IELTSന്റെ ടാസ്ക് 2 എസ്സേ. So, ഇവിടെ തന്നിരിക്കുന്ന question. Some people say that now we can see films on our phones or tablets. And there is no need to go to the cinema. Others say that to be fully enjoyed, films need to be seen in a cinema. Discuss both these views and give your opinion. So question നമ്മൾ വായിച്ചു കഴിഞ്ഞു. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് ആർഗ്യുമെന്റ്സ് ഉണ്ട് എന്നാണ്. ഒരു സൈഡ് ആർഗ്യുമെന്റ് ഇങ്ങനെയാണ്. ചില ആൾക്കാർ വിചാരിക്കുന്നു, അവർ പറയുന്നു, ഇപ്പോൾ നമ്മൾക്ക് ഫിലിംസ് ഫോൺസിലും ടാബ്ലറ്റ്സിലും ഒക്കെ കാണാവുന്ന അതുകൊണ്ട് നിങ്ങൾക്ക് സിനിമയിൽ, അതായത് മൂവി തിയേറ്ററിൽ പോയി അത് കാണേണ്ട കാര്യമില്ല. ഇംഗ്ലീഷിൽ സിനിമ എന്ന് പറഞ്ഞാൽ മൂവി തിയേറ്റർ എന്നാണ്. മലയാളത്തിൽ നമ്മൾ സിനിമ എന്ന് പറയുന്നത് മൂവിക്കാണ്. പക്ഷേ സിനിമ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലെ മീനിങ് അത് മൂവി തിയേറ്റർ എന്നാണ്. അത് ഫിലിംസ് അല്ല. ഫിലിംസും സിനിമയും ഒന്നല്ല. ഫിലിംസും മൂവീസും ഒന്നാണ്. ഫിലിംസും സിനിമാസും ഒന്നല്ല. സിനിമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ നിങ്ങൾ മൂവീസ് കാണുന്നത്, എവിടെയാണോ നിങ്ങൾ ഫിലിംസ് കാണുന്നത്, ആ സ്ഥലത്തിനാണ് നിങ്ങൾ സിനിമ എന്ന് പറയുന്നത്. അപ്പൊ സിനിമ എന്ന സ്ഥലത്ത് പോകുന്നതിനേക്കാൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ടാബ്ലറ്റ്സിലും ഫോണിലും നിങ്ങൾക്ക് കാണാം, മൂവീസ് കാണാം. അതുകൊണ്ട് ഇനി അങ്ങോട്ടൊന്നും പോകേണ്ട കാര്യമില്ല എന്ന് ചിലർ പറയുന്നു. മറ്റു ചിലർ എന്താ പറയുന്നത് അത് സമയത്ത്? Others say that to be fully enjoyed, films need to be seen in a cinema. മറ്റു ചിലർ പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് ഫിലിം എൻജോയ് ചെയ്യണമെങ്കിൽ അത് തിയേറ്ററിൽ പോയി കാണണം. അപ്പൊ യു ഹാവ് ടു ഗോ ടു ദ സിനിമ. സിനിമയിൽ പോകണം. എന്തിന്? മൂവി കാണണം. അത് ഫുള്ളി ആയിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സിനിമാസിൽ പോകണം, അതായത് മൂവി തിയേറ്ററിൽ പോയി കാണണം എന്ന് മറ്റു ചിലർ പറയുന്നു. അവിടെ ആർഗ്യുമെന്റ് നമ്പർ 1 എന്താണ്? നിങ്ങൾക്ക് ഇനി സിനിമയിലോട്ട് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അവിടെ ടാബ്ലറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ ഫോൺ ഉണ്ട്, ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ആർഗ്യുമെന്റ് നമ്പർ 2 എന്താണ്? നിങ്ങൾ ഫിലിമും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അത് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടേ പറ്റുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ രണ്ട് വ്യൂസും, ആർഗ്യുമെന്റ് നമ്പർ 1ഉം ആർഗ്യുമെന്റ് നമ്പർ 2ഉം നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതിനുശേഷം രണ്ട് വ്യൂസും ഡിസ്കസ് ചെയ്യണം. അതിനുശേഷം ഒപ്പീനിയൻ പറയണം. ഇതാണ് നമ്മളുടെ. So you have to give reasons for your answer. നിങ്ങൾ പറയുന്ന ആൻസറിന് റീസൺ കൊടുക്കണം. ആൻഡ് റെലവെന്റ് എക്സാമ്പിൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം ഫ്രം യുവർ ഓൺ നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടാസ്ക് ക്ലിയർ ആണ്. ഇത് എന്ത് തരം ക്വസ്റ്റ്യൻ ആണ്? ഒപ്പീനിയൻ ഡിസ്കഷൻ ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് ഡിസ്കഷൻ ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് ഇത് ഡിസ്കഷൻ ക്വസ്റ്റ്യൻ ആയി? ഇതിന് രണ്ട് തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഒരു സൈഡ് ഇവിടെ ഉണ്ട്, മറു സൈഡ് ഇവിടെ ഉണ്ട്. രണ്ട് സൈഡ് ആർഗ്യുമെന്റ്സും നിങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാൻ സാധ്യമാകുള്ളൂ. സോ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഡിസ്കസ് ബോത്ത് ദീസ് വ്യൂസ് ആൻഡ് ഗിവ് യുവർ ഒപ്പീനിയൻ. സോ രണ്ടും ഒബ്ജക്റ്റീവായിട്ട്, അതായത് വെളിയിൽ നിന്ന് ആൾക്കാർ കാണുന്ന രീതിയിൽ വേണം ഞാനിത് ഡിസ്കസ് ചെയ്യാൻ. അതിനുശേഷം വേണം ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ. ആൻഡ് ഞാൻ പറഞ്ഞേക്കുന്ന ഇനി ടൈം ഫ്രെയിം തന്നേക്കുന്ന 40 മിനിറ്റ്സ് ആണ്. ഈ 40 മിനിറ്റ്സിനുള്ളിൽ എൻ്റെ ടാസ്ക് തീർക്കണം. 40 മിനിറ്റ്സിനുള്ളിൽ ടാസ്ക് തീർത്തില്ല എങ്കിൽ ടാസ്ക് 1നുള്ള ടൈമും കൂടെ എനിക്ക് കൺസ്യൂം ചെയ്യേണ്ടി വരും. സോ ടാസ്ക് 1 നിങ്ങൾ ആൾറെഡി 20 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 40 മിനിറ്റേ ഉള്ളൂ.
അപ്പോൾ ടൈം ടോട്ടൽ ടാസ്ക് വണ്ണും ടാസ്ക് ടൂവിനും കൂടി 60 മിനിറ്റ്സേ ഉള്ളൂ. ഞാൻ പറഞ്ഞു 250 വേർഡ്സ് മിനിമം എഴുതണം. അത് മാക്സിമം ഏകദേശം ഒരു 300 വേർഡ്സ് വരെ റെക്കമെൻഡഡ് ആണ്. ഓവറായിട്ട് പോകുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിലായിട്ട് പോകാം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ റൈറ്റിംഗ് ക്രൈറ്റീരിയ ഒന്ന് അസസ് ചെയ്യാം. അപ്പൊ റൈറ്റിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നമുക്ക് 4 തരം റൈറ്റിംഗ് ക്രൈറ്റീരിയ ഉണ്ട്. നിങ്ങളുടെ മാർക്ക് തരുന്നത് 4 തരത്തിലാണ്. ടാസ്ക് റെസ്പോൺസ് 25% മാർക്ക് ടാസ്ക് റെസ്പോൺസ് ആണ്. കൊഹിഷൻ കൊഹിറൻസ് 25%, ലെക്സിക്കൽ റിസോഴ്സ് 25%, ആൻഡ് ഗ്രമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി 25%. സോ 25% ഓഫ് ദീസ് തിങ്സ്. അപ്പം ഓരോ പാർട്ടിന് 25% വെച്ചുണ്ട്. അപ്പൊ എന്താണ് ഈ ടാസ്ക് റെസ്പോൺസ് എന്ന് പറയുന്നത്? എന്താണ് കൊഹിഷൻ കൊഹിറൻസ്? എന്താണ് ലെക്സിക്കൽ റിസോഴ്സ്? എന്താണ് ഗ്രമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി? ടാസ്ക് റെസ്പോൺസ് നിങ്ങൾ ക്വസ്റ്റ്യന് തന്നെയാണോ ആൻസർ ചെയ്യുന്നത്? കൊഹിഷൻ ആൻഡ് കൊഹിറൻസ് നിങ്ങൾ പറയുന്ന ആശയങ്ങൾ തമ്മിൽ വ്യക്തമായ ബന്ധങ്ങളുണ്ടോ? അത് വാക്കുകൾ തമ്മിലായിക്കോട്ടെ, സെന്റൻസുകൾ തമ്മിലായിക്കോട്ടെ, പാരഗ്രാഫുകൾ തമ്മിലായിക്കോട്ടെ. ലെക്സിക്കൽ റിസോഴ്സ് നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന ആപ്റ്റ് ആയിട്ടുള്ള വൊക്കാബുലറി, കറക്റ്റ് ആയിട്ട് നിങ്ങൾ അക്യുറേറ്റ് ആയിട്ടുള്ള വൊക്കാബുലറിയാണ് അവിടെ നോക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഗ്രമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി, അതായത് ഗ്രാമർ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രാമർ, ആക്യുറേറ്റ് ആയിട്ടുള്ള ഗ്രാമർ ആണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ റേഞ്ച് കൂടെ നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് നോക്കാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി അതിനുശേഷം നമ്മളുടെ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. എന്താണ് ഇൻട്രൊഡക്ഷൻ ഓഫ് എ ടാസ്ക് 2? അതും പ്രത്യേകിച്ച് ഡിസ്കഷൻ ക്വസ്റ്റ്യന്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെ എഴുതാം? ഇവിടെ ഇൻട്രൊഡക്ഷൻ ഏത് ടാസ്ക് 2 ആയാലും അതിന്റെ ഇൻട്രൊഡക്ഷനകത്ത് 2 കാര്യങ്ങൾ ഉണ്ടാകണം. അഡ്രസ് ദ ടോപ്പിക് അഡ്രസ് ചെയ്യണം. പിന്നീട് നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്? വാട്ട് ആർ യു ഗോയിങ് ടു സേ? അപ്പൊ നിങ്ങൾ എന്താണ് താഴെ പറയാൻ പോകുന്നത്? വാട്ട് ആർ യു ഗോയിങ് ടു സേ ഇൻ ദ പാരഗ്രാഫ്സ്? സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ 2 കാര്യങ്ങളാണ്, 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. ഏത് ടാസ്ക് 2 ആയാലും 2 ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എനിക്ക് അറിയാനുള്ളത്. ഒന്ന്, ടോപ്പിക് അഡ്രസ് ചെയ്യുക. 2, നിങ്ങൾ എന്താണ് അവിടെ പറയാൻ പോകുന്നത്? താഴോട്ട് എന്താണ് പറയാൻ പോകുന്നത്? ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനകത്ത് വരുന്നത്. ഇവിടെ എനിക്ക് ടോപ്പിക് അഡ്രസ് ചെയ്ത് ഫസ്റ്റ് സെന്റൻസ്, ഇവിടെ 3 സെന്റൻസുകൾ ഉണ്ട്. 3 സെന്റൻസ് ആയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യത്തെ സെന്റൻസ്, ഇറ്റ്സ് എ ഫാക്ട് ദാറ്റ് increasing number of people watch movies on their personal phones or tablets. അപ്പൊ ടോപ്പിക്കിന് മുമ്പ് ഒരു ജനറലൈസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ടോപ്പിക്കുമായിട്ട് വളരെ റിലേഷൻ ഉള്ള ഒരു ജനറലൈസ്ഡ് ടോപ്പിക് പറഞ്ഞു. ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ്, ഒരു വസ്തുതയാണ്, ഇൻക്രീസിങ് നമ്പർ ഓഫ് പീപ്പിൾ വാച്ച് മൂവീസ് ഓൺ ദ പേഴ്സണൽ ഫോൺസ് ഓർ ടാബ്ലറ്റ്സ്. അവരുടെ പേഴ്സണൽ ടാബ്ലറ്റ്സിലും ഫോൺസിലും ഒരു വലിയ കൂട്ടം ആൾക്കാർ മൂവീസ് കാണുന്നുണ്ട്. അപ്പൊ ടോപ്പിക് ഇതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ആദ്യത്തെ സെന്റൻസ് ക്ലിയർ ആണ്, ടോപ്പിക് വ്യക്തമാക്കി. അപ്പോൾ ഇനി അതിന്റെ മുകളിലുള്ള ആർഗ്യുമെന്റ് എന്താണ്? ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ടില്ല, കാരണം ഈ ടോപ്പിക്കിനകത്ത് ഞാൻ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. 2 പേര് ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ഒരു വശത്ത് വേറെ ആൾക്കാർ ഒരു കാര്യം പറയുന്നുണ്ട്, വേറൊരു വശത്ത് വേറെ ആൾക്കാർ കാര്യം പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. While some say this has made cinema insignificant. അപ്പൊ ചിലർ പറയുന്നു ഈ മാറ്റം സിനിമ, അതായത് മൂവി തിയേറ്ററുകളുടെ പ്രാധാന്യം കുറച്ചു. മറ്റു ചിലർ പറയുന്നു സിനിമ ഹാളിൽ പോയില്ലെങ്കിൽ നിങ്ങളുടെ വ്യൂവിംഗ് എക്സ്പീരിയൻസ് വളരെ മോശമാകും. അത്രയും
കംപ്ലീറ്റ്നെസ് കിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ രണ്ട് ആർഗ്യുമെന്റ്സ് അവിടെ പറഞ്ഞു. ചിലർ പറഞ്ഞു ഇനി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, ചിലർ പറഞ്ഞു സിനിമ ഹാളിൽ പോയില്ലെങ്കിൽ നിങ്ങൾ മൂവി കാണുന്നത് വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. ബോത്ത് ആർഗ്യുമെന്റ്സ് ആർ ടോപ്പിക്കൽ. രണ്ട് ആർഗ്യുമെന്റ്സും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ ആവശ്യമാണ് ഒരു കൺക്ലൂഷൻ പറയുന്നതിന് മുമ്പ്. അപ്പോ കൺക്ലൂഷൻ പറയുന്നതിന് മുമ്പ് ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ ആവശ്യമുണ്ട്. അപ്പൊ കൺക്ലൂഷൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കൺക്ലൂഷൻ എവിടെയാ പറയുന്നത്? ഇൻട്രൊഡക്ഷനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് കൺക്ലൂഷൻ പറയുന്നതിന് മുമ്പ് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ നടത്താൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ എന്താണ് എസ്സേയിൽ ചെയ്യാൻ പോകുന്നത്? താഴോട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ ചെയ്തതിന് ശേഷം ഒരു ലോജിക്കൽ കൺക്ലൂഷൻ കൊടുക്കുകയാണ്. ലോജിക്കൽ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ നമ്മൾ പറയുന്നത്. 3 കാര്യങ്ങളാണ് ഇവിടെ. 3 സെന്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 2 സെന്റൻസിനകത്ത് ഞാൻ ടോപ്പിക്, അതായത് ആർഗ്യുമെന്റ് പ്രസന്റ് ചെയ്തു. 3-ാമത്തെ സെന്റൻസിനകത്ത് ഞാൻ താഴെ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് ഹിന്റ് കൊടുത്തു. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ചെയ്തത്. ഇനി എനിക്ക് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആദ്യത്തെ പാരഗ്രാഫിനകത്ത് ഓൺ ദ വൺ ഹാൻഡ്, ഒരു സൈഡിൽ. അപ്പോൾ ഞാൻ ഓൺ ദ വൺ ഹാൻഡ്, ഇതൊരു ഫ്രേസ് ആണ്. ഓൺ ദ വൺ ഹാൻഡ് ഇതുണ്ടെങ്കിൽ ഇതിന്റെ ബാലൻസ് അപ്പുറത്തെ പാരഗ്രാഫിൽ കാണണം. ഓൺ ദ അതർ ഹാൻഡ്. അപ്പൊ അതിനാണ് ഞാൻ പറയുന്നത് കൊഹീഷൻ ആൻഡ് കൊഹിറൻസ് എന്ന് പറയുന്നത്. അപ്പൊ കൊഹീഷൻ ആൻഡ് കൊഹിറൻസ് എന്ന് പറയുമ്പോൾ ലിങ്ക് ചെയ്തേക്കണം. ഒരു പാരഗ്രാഫിനെ വേറൊരു പാരഗ്രാഫുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് ഈസ് കൺവീനിയന്റ് ടു വാച്ച് മൂവീസ് ആൻഡ് അതർ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഇൻ എ കംഫർട്ടബിൾ സോൺ when a person has a phone or tablet. This is the major advantage the former group highlights. അപ്പൊ ആരാണ് ഇത് പറഞ്ഞത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആരാണ് ഇത് പറഞ്ഞത്? ആദ്യത്തെ ഗ്രൂപ്പ് പറഞ്ഞത്. ആദ്യത്തെ ഗ്രൂപ്പ് ഇത് പറഞ്ഞത് എന്താണ് പറഞ്ഞത്? വളരെ കൺവീനിയന്റ് ആണ് നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ സോണില് മൂവീസ് കാണുക എന്ന് പറയുന്നത് വളരെ കൺവീനിയന്റ് ആണ്. ഓക്കെ, നിങ്ങൾക്കൊരു ഫോണോ ടാബ്ലറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കാം, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് മൂവീസ് വാച്ച് ചെയ്യാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ടു ബി പ്രിസൈസ്, അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ദ വ്യൂവർ ക്യാൻ സെലക്ട് എ കൺവീനിയന്റ് ടൈം. അതായത് കാണുന്ന ആൾക്ക് ഒരു കൺവീനിയന്റ് ടൈം സെലക്ട് ചെയ്യാം. ആൻഡ് ദ മോസ്റ്റ് കംഫർട്ടബിൾ പ്ലേസ്, ആ കൺവീനിയന്റ് ടൈമും നോക്കാം, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസും നോക്കാം. ആൻഡ് ഇഫ് ആസ് ഹി ഹാസ് എ പോർട്ടബിൾ ഡിവൈസ്. പോർട്ടബിൾ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നടക്കാവുന്ന ഡിവൈസ്. അപ്പം കൊണ്ട് നടക്കാവുന്ന ഒരു ഡിവൈസ് ഉണ്ടായത് കൊണ്ട് അവർക്ക് അവരുടെ കൺവീനിയന്റ് ടൈം, അവരുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ അവർക്ക് മൂവി കാണാം. ഇതാണ് ആദ്യത്തെ ഗ്രൂപ്പ് ഹൈലൈറ്റ് ചെയ്യുന്ന പ്രത്യേകത. അതുപോലെ തന്നെ അതിനെ ഫർദർ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന ഹി ക്യാൻ ഈവൻ ടേക്ക് ബ്രേക്സ് ഇൻ ബിറ്റ്വീൻ ആൻഡ് റെസ്യൂം ദ ഷോ ലേറ്റർ. അപ്പോൾ ഈ മൂവി മുഴുവൻ കണ്ടു തീർക്കണമെന്നില്ല, അത് പകുതി വെച്ച് പോസ് ചെയ്തിട്ട് പിന്നീട് പോയി നിങ്ങളുടെ ജോലിയൊക്കെ തീർത്തിട്ട് ബാക്കി പിന്നീട് കാണാം. ഇങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടി ഇവിടെ ഉണ്ട്. അഡീഷണൽ അഡ്വാൻറ്റേജ്. The second benefit they focus is the variety of movies available online. രണ്ടാമത് പറഞ്ഞത് the second benefit. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാം. ഫസ്റ്റ് ബെനിഫിറ്റ് എന്തായിരുന്നു പറഞ്ഞത്? ദിസ് ഈസ് ദ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു? കംഫർട്ടബിൾ സോണില് കൺവീനിയന്റ് ടൈമിൽ നിങ്ങൾക്ക് മൂവി വാച്ച് ചെയ്യാം. സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞത് എന്താണ്? സെക്കൻഡ് ബെനിഫിറ്റ് രണ്ടാമത്തെ ബെനിഫിറ്റ്. അപ്പൊ അത് തമ്മിൽ കണക്ഷൻ ഉണ്ട്. മേജർ അഡ്വാൻറ്റേജ്, സെക്കൻഡ് ബെനിഫിറ്റ്, കൊഹിഷൻ ആൻഡ് കൊഹിറൻസ് ആണ് അവിടെ കാണുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും. അപ്പൊ സെക്കൻഡ് ബെനിഫിറ്റ് ദേ ഫോക്കസ് ഇസ് ദ വെറൈറ്റി ഓഫ് മൂവീസ് അവൈലബിൾ ഓൺലൈൻ. ഓൺലൈനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് മൂവീസ് ഉണ്ട്. പോപ്പുലർ പ്ലാറ്റ്ഫോംസ് ലൈക്ക് നെറ്റ്ഫ്ലിക്സ്, Hotstar and Amazon avail their customers with premieres at a reasonable subscription rate. അപ്പോൾ അവർ പറഞ്ഞുണ്ട് നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കുറച്ച് റീസണബിൾ ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ റേറ്റിൽ നിങ്ങൾക്ക് മൂവീസ് കാണാൻ പറ്റും.
അപ്പോൾ ഒരു സിനിമാ ടിക്കറ്റിന്റെ അത്രയും പൈസയൊന്നും കൊടുക്കണ്ട. നിങ്ങളെ ഒരു സിനിമാ ടിക്കറ്റിന്റെ പൈസ ഉണ്ടെങ്കിൽ 3-4 മൂവീസ് നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാറിൽ കാണാം, പുതിയ മൂവീസ്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് അവർ പറയുന്നതിന്റെ കാര്യം ഇതാണ്. The added features are high definition pictures and superior sound quality. അപ്പം അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അത് കാരണം ആ ഒരു സെന്റൻസ് മറ്റിടത്തായിരിക്കും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ആ ഒരു സാധനം ഞാൻ നമുക്ക് ഇവിടുന്ന് എടുത്തു കളയാം. കാരണം അത് അത്ര അത് തിയേറ്ററിനാണ് കൂടുതൽ, അതായത് മൂവി തിയേറ്ററിനാണ് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത്. സോ ആ ഒരു സെന്റൻസ് ഞാൻ അവിടെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ. ഓൺ ദ അതർ ഹാൻഡ്, അതായത് മറു സൈഡിൽ നോക്കുവാണെങ്കിൽ, the main reason why some people strongly recommend cinemas is because of the unique experience it can give to the viewers. അപ്പോൾ ഞാൻ പറഞ്ഞേക്കുന്നതിൻ്റെ കാര്യങ്ങൾ. അപ്പൊ രണ്ടാമത് ഓൺ ദ അതർ ഹാൻഡ്, മറു സൈഡില് എന്തുകൊണ്ട് ആൾക്കാർ സ്ട്രോങ് ആയിട്ട് സിനിമാസ് കാണണം എന്ന് പറയുന്നു? അതിന് കാരണം യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. അതിന്റെ വ്യൂവേഴ്സിന് കൊടുക്കുന്ന യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. This is because modern movies are made in such a way that they can exploit any of the most advanced technological audiovisual equipment to the maximum. അപ്പോൾ ഇതിന് കാരണം, ഈ യുണീക്ക് എക്സ്പീരിയൻസ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? ദിസ് ഈസ് ബിക്കോസ് എക്സ്പ്ലനേഷൻ. നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ സെന്റൻസിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് വന്നേക്കുന്നത്. ദിസ് ഈസ് ബിക്കോസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സെന്റൻസിന്റെ വിശദീകരണമാണ്. Modern movies are made in such a way that they can exploit any of the most advanced technological audio-visual equipment to the maximum. നിങ്ങളുടെ ഏത് അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ ഓഡിയോ വിഷ്വൽ എക്യുപ്മെന്റ് ആയിക്കോട്ടെ, അത് അതിന്റെ മാക്സിമം ഉപയോഗിക്കാൻ ഇപ്പോഴത്തെ നമ്മുടെ മൂവീസിന് പറ്റും. അതായത് എത്ര തരത്തിലുള്ള സൗണ്ട് ക്ലാരിറ്റി ഉണ്ട്, എത്ര വിഷ്വൽ ക്ലാരിറ്റി ഉണ്ട്, അതെല്ലാം മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യും ഇപ്പോഴത്തെ മൂവീസ്. എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് വ്യൂവേഴ്സിൽ എത്തിക്കാൻ പറ്റിയ മൂവി മേക്കേഴ്സ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായി കാണാൻ സാധിക്കുന്നത് മൂവി തിയേറ്റേഴ്സിലാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. They are also well equipped with the provisions of playing 3D motion pictures and animated movies, which cannot be fully enjoyed in a portable screen. അപ്പോൾ ഒരു പോർട്ടബിൾ സ്ക്രീൻ, ഒരു മൊബൈൽ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുകയില്ല, വ്യക്തമായിട്ട് നമുക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റുകയില്ല. എന്ത്, ഒരു 3D മോഷൻ പിക്ചറോ ഒരു അനിമേറ്റഡ് മൂവീസോ അത് ഫുള്ളായിട്ട് എനിക്ക് കാണാൻ പറ്റുകയില്ല. അപ്പൊ ഇതാണ് അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമതൊരു കാര്യവും കൂടെ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് മെറിറ്റ്, വിത്തൗട്ട് എനി ഡിസ്റ്റർബൻസ് ഓഫ് ഓവർലോഡഡ് അഡ്വേർട്സ്. അപ്പോൾ അഡ്വർടൈസ്മെന്റ് കാണും. ഇനിയിപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കാണുകയാണെങ്കിൽ, യൂട്യൂബ് പ്രൈമിൽ കാണുകയാണെങ്കിലോ ആമസോൺ പ്രൈമിൽ കാണുകയാണെങ്കിലും അഡ്വർടൈസ്മെന്റ്സ് കാണും. ആ അഡ്വർടൈസ്മെന്റ്സ്, ഓവർലോഡഡ് അഡ്വർടൈസ്മെന്റ്സ് എവിടെ കാണുകയില്ല? സിനിമ ഹാളിൽ കാണുകയില്ല. അപ്പൊ അവർക്ക് വളരെ നന്നായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് ടൈം ആര് കൊടുക്കും? സിനിമ ഹാള് കൊടുക്കും. ആൻഡ് ദിസ് ക്യാൻ ബി സീൻ ആസ് അനദർ മെറിറ്റ്. അതാണ് വേറൊരു മെറിറ്റ് ആയിട്ട് അവർക്കുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമ്മുടെ 2 തരത്തിലുള്ള ഡിസ്കഷനും കഴിഞ്ഞു. ആദ്യത്തെ തരം പറഞ്ഞു, മൂവീസ് ഫോണിലും ടാബ്ലറ്റും കാണുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. അത് പാസീവായിട്ടാണ് പറഞ്ഞത്, ഞാനല്ല അത് പറഞ്ഞേക്കുന്നത്, ഫോർമർ ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ആരാണ് പറഞ്ഞേക്കുന്നത്? വൈ സം പീപ്പിൾ സ്ട്രോങ്ലി റെക്കമെൻഡ്. ഇവിടെ രണ്ടിടത്തും ഞാനല്ല പറഞ്ഞത്. ഇവിടെ അഭിപ്രായം പറഞ്ഞത് ഞാനല്ല, ഇവിടെ അഭിപ്രായം പറഞ്ഞത് ഞാനല്ല. ഐ എന്നോ മീ എന്നോ മൈസെൽഫ് എന്നോ അസ് എന്നോ അവർ എന്നോ ഒരു പേഴ്സണൽ പ്രോനൗണും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്നും നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ഈ 2 പാരഗ്രാഫിലും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യവും നിങ്ങൾ പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ളവർ എന്തുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യട്ടു. പുറമേ നിന്ന് നമ്മൾ നോക്കുന്നു, അതുകൊണ്ടാകാം അവർ അങ്ങനെ ചിന്തിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും എൻ്റെ പേഴ്സണലായിട്ട് അയ്യോ വിയോ അസോ അവരോ ഒന്നും പറഞ്ഞിട്ടില്ല.
അങ്ങനെ പറയേണ്ട സ്ഥലം അവിടെയല്ലാതെ ഇവിടെയാണ്, ഏറ്റവും താഴെയാണ് ഒപ്പീനിയൻ പറഞ്ഞേക്കുന്നത്. ഒപ്പീനിയൻ കൺക്ലൂഷനകത്ത് പറഞ്ഞിട്ടുണ്ട്, ആഫ്റ്റർ അനലൈസിങ് ബോത്ത് വ്യൂസ് ഇൻ ഡീറ്റെയിൽ, രണ്ട് വ്യൂസും ഞാൻ വിശദമായിട്ട് നോക്കിയതിന് ശേഷം, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ബോത്ത് ഓപ്ഷൻസ് ഹാവ് ദെയർ ഓൺ അഡ്വാൻറ്റേജസ്, രണ്ട് ഓപ്ഷനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്, which people are likely to take differently in different situations based on their attitudes, interests and circumstances. അപ്പൊ രണ്ട് വ്യൂവും നമ്മൾ നോക്കിയപ്പോൾ രണ്ട് വ്യൂവിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് പക്ഷേ പീപ്പിൾ ഡിഫറെൻ്റ് ആയിട്ട് എടുക്കുന്നത്, പല സിറ്റുവേഷനിൽ പല രീതിയിലാണ് പീപ്പിൾ എടുക്കുന്നത്. അതെന്തിന്? ബേസ്ഡ് ഓൺ ദെയർ ആറ്റിറ്റ്യൂഡ്സ്, അവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് മാറും, അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് മാറും, അവരുടെ സർക്കംസ്റ്റൻസസ് അനുസരിച്ച് മാറും. അതാണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. എൻ്റെ ഒപ്പീനിയൻ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞു. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞത് എപ്പോഴാണ്? രണ്ട് വ്യൂസും ഞാൻ ഒബ്ജക്റ്റീവായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ടിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന്. അത് ഞാനിവിടെ പറഞ്ഞു. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ അത് പല ആൾക്കാരും പല രീതിയിലാണ് പല സിറ്റുവേഷനിൽ എടുക്കുന്നത്. അതിന് കാരണം എന്താണ്? അവരുടെ ആറ്റിറ്റ്യൂഡ്. അതിന് കാരണം എന്താണ്? അവരുടെ ഇൻട്രസ്റ്റ്. അതിന് കാരണം എന്താണ്? സർക്കംസ്റ്റാൻസസ്, സാഹചര്യം. ഇതനുസരിച്ച് ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ എടുക്കും, ചിലപ്പോൾ ഇങ്ങനെ എടുക്കും. ഇതാണ് എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞത്. എൻ്റെ ഒപ്പീനിയൻ ഏറ്റവും ലാസ്റ്റിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഒപ്പീനിയൻ പറയുന്നത് വരെ ഞാൻ മറ്റ് രണ്ട് കാര്യങ്ങളും ഒബ്ജക്റ്റീവായിട്ട് ഡിസ്കസ് ചെയ്തു, കാര്യകാരണ സഹിതം വിത്ത് എക്സാമ്പിൾ ഞാൻ ഡിസ്കസ് ചെയ്തു. ഒരുപാട് ഇലാബറേഷൻ ഒന്നും കൊടുത്തിട്ടില്ല, വളരെ ചുരുക്കം സെന്റൻസിൽ, 4-5 സെന്റൻസിൽ, 4-5 സെന്റൻസ് അവിടെ, 4-5 സെന്റൻസ് ഇവിടെ. ഇൻട്രൊഡക്ഷൻ 3 സെന്റൻസ്, കൺക്ലൂഷൻ 2 സെന്റൻസ്, ഒറ്റ സെന്റൻസ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മളിവിടെ കാര്യം പ്രസന്റ് ചെയ്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ, ആർഗ്യുമെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. യെസ്, ഡിസ്കഷന് ഈ ഹൈലൈറ്റുകൾ, നീല ഹൈലൈറ്റിലും ഈ മഞ്ഞ ഹൈലൈറ്റിലും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഏറ്റവും അവസാനം എൻ്റെ കൺക്ലൂഷൻ, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള വ്യൂ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ് എന്ന് പറഞ്ഞു. ആ പേഴ്സണൽ ആയിട്ടുള്ള വ്യൂ പറഞ്ഞതിന് ശേഷം അതിന് കാരണവും പറഞ്ഞു. കാരണം പല ആൾക്കാരെ പല സിറ്റുവേഷനിൽ പല രീതിയിൽ അത് എടുക്കുന്നത് കൊണ്ട് അത് ഡിഫർ ആകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ നോക്കിയത്. ഇൻട്രൊഡക്ഷൻ, 2 ബോഡി പാരഗ്രാഫ്, ഒരു കൺക്ലൂഷൻ. ഇതായിരുന്നു ഈ ഡിസ്കഷൻ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.